കഴിഞ്ഞ 10 വർഷത്തിനിടെ മറ്റു പാർട്ടികൾ വിട്ട് BJPയിലെത്തിയ 25 പേരുടെ ചരിത്രം പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകും. ഇതിൽ 23 പേർക്കെതിരെയുമുള്ള കേസുകൾ EDയോ CBIയോ അല്ലെങ്കിൽ ആദായനികുതി വകുപ്പോ അവസാനിപ്പിക്കുകയോ അതല്ലെങ്കിൽ മരവിപ്പിച്ച് നിർത്തുകയോ ചെയ്തിട്ടുണ്ട്. 2014 ശാരദാ ചിറ്റ് ഫണ്ട് കേസിൽ ഹിമന്ത ബിശ്വ ശർമ്മ പ്രതി ചേർക്കപ്പെടുന്നത്. വീട്ടിലും ഓഫീസുകളിലും റെയ്ഡ്, പിന്നാലെ ചോദ്യം ചെയ്യൽ. 2015 ആഗസ്റ്റ് മാസത്തിൽ കോൺഗ്രസ് വിട്ട് ഹിമന്ത BJPയിൽ ചേർന്നു വലിയ നേതാവായി, മുഖ്യമന്ത്രിയായി. കഴിഞ്ഞ 9 വർഷമായിട്ട് CBI യാതൊരു നടപടിയും ഹിമന്തയ്ക്കെതിരെ സ്വീകരിക്കുന്നില്ല. 2017 നാരദ സ്റ്റിംഗ് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് CBI ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിൽ സുവേന്ദു അധികാരിയും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അന്ന് ലോക്സഭാ MP ആയിരുന്നു സുവേന്ദു. 2019 CBI ലോക്സഭാ സ്പീക്കർക്ക് ഒരു കത്ത് നൽകി. സുവേന്ദുവിനെ വിചാരണ ചെയ്യാൻ അനുമതി നൽകണം. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 2020 ഡിസംബർ മാസത്തിൽ സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. അത് കഴിഞ്ഞുള്ള ഇത്രയും വർഷമായിട്ടും ലോക്സഭാ സ്പീക്കർ സുവേന്ദുവിനെ വിചാരണ ചെയ്യാനുള്ള അനുമതി നൽകിയിട്ടില്ല. കേസ് തുടരുന്നു. ദിഗംബർ കാമത്ത് ഗോവയിലെ പഴയ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. 2015 ED ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു, ലൂയിസ് ബർജർ കേസ്. അതിൽ ദിഗംബർ കാമത്ത് പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. 2022 ദിഗംബർ കാമത്ത് കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. ഇപ്പോൾ ആ കേസിൻ്റെ നടപടികൾ കോടതിയിലാണ്. കാര്യമായ വേഗതയൊന്നുമില്ല. അശോക് ചവാൻ മഹാരാഷ്ട്രയിലെ പഴയ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു അവിടെ. 2011 ആദർശ് ഫ്ലാറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CBI ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അശോക് ചവാൻ അതിലെ പ്രതിയാണ്. CBI കേസ് ഇപ്പോൾ കോടതിയിലാണ്. പക്ഷേ ED ഈ വിഷയത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നു. ഈ വർഷം 2024 ഫെബ്രുവരി മാസത്തിൽ അശോക് ചവാൻ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. അജിത് പവാർ NCPയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ. 2019 മഹാരാഷ്ട്ര സഹകരണ ബാങ്ക് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് ED രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ അജിത് പവാർ പാർട്ടി പിളർത്തി, അതായത് NCP പിളർത്തി NDAക്കൊപ്പം ചേർന്നു മഹാരാഷ്ട്രയിൽ. അതിനുശേഷം ഈ വർഷം ജനുവരി മാസത്തിൽ 2019 ആ കേസ് അവസാനിപ്പിച്ച് ED കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. പ്രഫുൽ പട്ടേൽ NCPയിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. നേരത്തെ UPA സർക്കാരിൽ മന്ത്രിയായിരുന്നു. ആ കാലയളവിൽ എയർ ഇന്ത്യക്ക് വേണ്ടി 111 വിമാനങ്ങൾ വാങ്ങിയതിൽ അഴിമതിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി CBI ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം EDയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം NCP പിളർത്തി NDAക്കൊപ്പം പോയ സംഘത്തിൽ പ്രധാനിയായിരുന്നു പ്രഫുൽ പട്ടേൽ. കഴിഞ്ഞ മാസത്തിൽ, അതായത് മാർച്ചിൽ ഈ കേസ് അവസാനിപ്പിച്ചുകൊണ്ട് CBI കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. രാജ്യം അറിയപ്പെടുന്ന വ്യവസായിയാണ് നവീൻ ജിൻഡാൽ. 2022 ED നവീനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്നാണ് കേസ്. കഴിഞ്ഞ ദിവസം നവീനും അമ്മയുമെല്ലാം BJPയിൽ ചേർന്നു. ED അന്വേഷണം തുടരുന്നുണ്ട്. ഇപ്പറഞ്ഞ അതേ ഏജൻസികൾ എടുത്ത കേസുകൾ കാരണം തന്നെ ഡൽഹിയിലെ മുഖ്യമന്ത്രി ജയിലിലാണ്. മന്ത്രിമാർ ഓരോരുത്തരായി ജയിലിൽ പോകേണ്ട അവസ്ഥയിലുമാണ്. പൊതു തിരഞ്ഞെടുപ്പിന് മുൻപ് ഇക്കാര്യങ്ങളെല്ലാം സജീവമായി ചർച്ചയാകുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.